US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തുമ്പോൾ അത് ഒക്ടോബറിന് ശേഷം, അതായത് അവിടുത്തെ ഒരു വലിയ ആക്രമണത്തിന് ശേഷം അദ്ദേഹം എത്തുന്ന 9ാമത്തെ യാത്രയാണ്. 9ാമത്തെ തവണയാണ് അദ്ദേഹം വീണ്ടും ഇസ്രായേലിൽ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത് ഒരു നിർണായക നീക്കമാണ്, ഒരു നിർണായക കരാറിലേക്കാണ് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ബന്ദികളെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഉടമ്പടിയാണ്. അത് ഈ സമയത്ത് അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ എല്ലാം കൈവിട്ട് പോകും. ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം രണ്ടു കൂട്ടരും, ഇസ്രായേലായാലും മറുവശത്തെ ഹമാസ് ആയാലും ഒക്കെ തന്നെ ഇത് അംഗീകരിക്കുമോ എന്ന് ഉറപ്പില്ല. തങ്ങൾ നടത്തുന്നത് ഇതൊരു അവസാനത്തെ ശ്രമമാണ്, അവസാനത്തെ നീക്കമാണ് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയും. നമുക്കറിയാം, അമേരിക്ക, ഈജിപ്തും ഖത്തറും അടക്കമുള്ളവർ 2 ദിവസം മാരത്തോൺ ചർച്ച നടത്തി തയ്യാറാക്കിയ ഒരു കരാറാണ്. ഇതിൽ പ്രധാനമായും ഒരൊറ്റ കരാർ മാത്രമാണ് ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നത്. രണ്ടു കൂട്ടരിലുമുള്ള തടവുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇല്ലെ ബന്ദിയാക്കിയവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മോചിപ്പിക്കുക, അവരുടെ വീട്ടിൽ എത്തി എന്ന് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ഒറ്റ ഒരു അജണ്ടയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇത് തള്ളിക്കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അമേരിക്കയ്ക്കും ഒടുവിൽ പറയേണ്ടി വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.